ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോസ് നല്ല നൈസ് പത്തിരിയും ചിക്കൻ തേങ്ങ വറുത്തരച്ച കറിയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാട്ടി കുഴച്ചെടുത്ത് ബോളാക്കി അത് പത്തിരിയാക്കി പ്രസ്സുമേലാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. വീട്ടിലെല്ലാവർക്കും നൈസ് പത്തിരിയും ചിക്കൻ വറുത്തരച്ച കറിയും കേട്ടോ എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ നൈസ് പത്തിരിയും ചിക്കൻ കറി. തേങ്ങ വറുത്തരച്ചതാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ പത്തിരി നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. നല്ല പൊള്ളിച്ച് നല്ല ഉഷാറായി പത്തിരികളൊക്കെ റെഡിയാക്കി ഓരോന്നായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ അടുത്ത അടുപ്പിൽ ചിക്കനുള്ള മസാല ഒക്കെ ഞാൻ കൂട്ടിയിട്ട് ഗ്യാസ് മേലെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിനെ മറ്റേ അടുപ്പത്ത് ഞാൻ തേങ്ങ വറക്കാനുള്ള ചട്ടി പാൻ വെച്ചിട്ട് 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, തേങ്ങ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചീരുള്ളി, വലിയ ജീരകം എല്ലാതും ഞാൻ ലേശിച്ചിട്ടെടുത്ത് അത് മറ്റേ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പത്തിരി ഏകദേശം അപ്പോഴേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരടുപ്പിൽ നമ്മൾ ചിക്കന് മസാല ആക്കി കണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവ് വേണം. അപ്പോൾ അത്യാവശ്യം ഒരു 5-6 വിസിൽ നല്ല അടുപ്പിച്ച് ഞാൻ ഏകദേശം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാടൻ ചിക്കൻ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തത് ഞാൻ മിക്സിയിലിട്ട് അരച്ച് അതിലേക്ക് ഒഴിച്ച് നല്ല വെന്തിട്ടുണ്ട്. ഇറച്ചി നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തേങ്ങ അതിലേക്ക് വറുത്ത് വെച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ പാൻ വെച്ചിട്ട് അത് വറുത്ത് തൂമ്പിക്കാനുള്ള പാൻ വെച്ച് ചീരുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ട് നല്ല വറുത്തെടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായ ഐറ്റംസാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കി വെള്ളം അതിലേക്ക് പാകത്തിന് ചേർത്ത് കൊടുത്ത് നമ്മൾ ഉള്ളി കറിവേപ്പിലൊക്കെ ഏകദേശം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. രാവിലത്തെ പത്തിരി അടിപൊളിയാക്കി നമുക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റംസാണിത്. ചിക്കൻ വറുത്തരച്ച കറിയും നല്ല നൈസ് പത്തിരിയും അതുണ്ട് വിളമ്പിയിട്ട് കറി ഒഴിച്ചാണ് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരത്തിന് ഉച്ചക്കൊക്കെ നമുക്ക് അതന്നെ മതി, വേറെ ചോറൊന്നും വേറെ ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം.